മലപ്പുറം എടരിക്കോട് വാഹനാപകടം എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് മുമ്പും വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എന്താണ് ഈ അപകടത്തിന് കാരണമായത്? നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് സമീർ? റിജിത്ത്, മലപ്പുറം ജില്ലയിലെ എടരിക്കോടിനടുത്ത് പാലച്ചിറമാടാണ് ലോറി അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോട് കൂടി മറിഞ്ഞ ലോറിയാണിത്. ഇവിടെ വളവിൽ നിയന്ത്രണം വിട്ടുകൊണ്ട് ലോറി നേരിട്ടുള്ള ഈ താഴ്ചയിലേക്ക് മറിയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് തൊട്ട് സമീപമുള്ള ലോറി ഇന്നലെ പുലർച്ചെ ഉള്ളി കയറ്റി വന്ന് ഈ വളവിൽ നിയന്ത്രണം വിട്ട് താഴോട്ട് പോയതാണ് ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ ലോറി എന്നുള്ളതാണ്. മറ്റൊരു ലോറി ഇവിടെ ഒരു കണ്ടെയ്നർ ലോറിയും ഈ സമീപത്ത് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇന്ന് പുലർച്ചെ ഈ വളവിൽ മറിഞ്ഞതാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയാണ് ഈ ലോറി എന്നുള്ളതാണ്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ ലോറി ഇവിടെ നിയന്ത്രണം വിട്ട് മറിയുകയും പിന്നീട് ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കേൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റോഡ് തുറന്ന് കൊടുത്തിട്ടില്ല. മറിച്ച് ഈ സർവീസ് റോഡ് മാത്രമാണ് നിലവിൽ തുറന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളാണ് ഈ വളവിൽ നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ സമീപത്തെ ഈ താഴ്ചയിലേക്ക് മറിയുന്നൊരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് ഇതിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയും സമാനമായ രീതിയിൽ ലോറി നിരവധി വാഹനങ്ങൾക്ക് മുകളിലൂടെ ഇടിച്ച് മറിയുന്നൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സർവീസ് റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടൊരു വളവാണ് ഈ പാലച്ചിറമാട് മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളവിന് സൈൻ ബോർഡോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വാഹനങ്ങൾ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ ഒരു അപകടം സ്ഥിരമാണല്ലോ. ഡെയിലി ഉണ്ട്. ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം ദിവസമായിട്ട് എന്നും ഓരോ രണ്ടെണ്ണം എന്നും മറിയുണ്ട്. ഇപ്പോൾ കൊപ്പര വണ്ടി മറിഞ്ഞ് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഉള്ളി വണ്ടി അറിഞ്ഞത്. അതിന് രാവിലെ 3 മണിക്കാണ് ഈ കണ്ടെയ്നർ രണ്ടാമത് കാണിച്ചപ്പോൾ ഈ ജനറേറ്റർ വണ്ടി അത് രാവിലെ 6 മണിക്ക്. ഇനി ഇതേപോലെ നാളെ വിളിച്ച് എത്ര മറിയണമെന്ന് അറിയാൻ കഴിയില്ല. ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തത് മറിയാൻ കാരണം ഈ ടാനിങ് കാരണമാണ്. ഈ ടാനിങ് കാരണം നേരെ പോകുന്ന റോഡാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നേരെ വന്നിട്ട് കരുതിൻ്റെ എടുക്കാമോ, നേരെ തിരിഞ്ഞ സമയത്ത് ഒന്നും കിട്ടുന്നില്ല. അവർക്ക് ബ്രേക്ക് ഔട്ട് കിട്ടണ്ടേ, അതിന് കുറച്ച് അമ്പിട്ടാൽ മതിയായിരുന്നു. അതുണ്ടെങ്കിൽ കുറച്ചേ സമാധാനം കിട്ടും. അതില്ലാതായി. അത് കാരണമാണ് എത്രയോ പ്രാവശ്യം പറഞ്ഞാണ് ഈ റോഡ് നേരെ പോകുന്നുണ്ട്. അവിടെ ഫുള്ള് ബൈക്ക് മറിയാണ്. ഞങ്ങൾ KNR പറഞ്ഞു, അതേമാതിരി ഹൈവേട്ടനോട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്നും സ്വീകാര്യമായില്ല. അതിൽ ലാസ്റ്റ് ദാറി കഴിഞ്ഞ ദിവസം ഇപ്പം മറിച്ച് നിന്ന് അവിടെ അതുപോലെ തന്നെ ഇപ്പം ഡെയിലി മറിയാനാണ്. ഇനി നാളെ എത്ര മറിയാൻ കിടക്കുന്നവർ പറയാൻ പറ്റൂല. ഇനി അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ കിടക്കുന്നത്. റിജിത്ത്, ഇവിടെ ഈ വളവിനോട് ചേർന്ന് ഒരു സൈൻ ബോർഡ് ഇല്ല, മാത്രമല്ല ഈ ഹമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഈ വളവ് കാണുന്നതോടുകൂടി ലോറി ഡ്രൈവർമാർ ബ്രേക്ക് ഇടുന്നു. ആ സമയത്ത് നിയന്ത്രണം വിട്ടുകൊണ്ട് ലോറി മറിയുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ശരി, എടരിക്കോട് അപകടം തുടർക്കഥയാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അവിടെ മുന്നറിയിപ്പ് ബോർഡോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണം എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിലായി നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അവിടെ ഡ്രൈവർക്ക് പരിക്കേറ്റിരിക്കുകയാണ്.